Q Developers ഉപ്പും മുളകും. എന്തോന്ന് കാണിക്കണേ? ഒന്നുമില്ല അച്ഛാ, ഞാൻ പുഷപ്പ് എടുത്തതാ. കാരണം പാർട്സെല്ലാം ഒന്ന് തള്ളി വരുന്നു. പിള്ളേരെല്ലാം കളിയാക്കാൻ തുടങ്ങി. അതെ, പുഷപ്പ് അടിച്ചാൽ വയറ് കുറയൂല. അതെനിക്കും അറിയാം അച്ഛാ. മല നടത്തുകൊണ്ട് കാല് പൊക്കാനില്ലേ, നടക്കുന്നില്ല. ആദ്യം ഞാൻ എൻ്റെ ബോഡി ആദ്യം ഒന്ന് ഫിറ്റ് ആക്കട്ടെ, എന്നിട്ടാണ് അച്ഛാ ഒരു ചെയ്ത്ത്. ഒരു ചെത്തുമില്ല മോനെ. എടാ, നിന്റെ ഒടുക്കത്തെ ഫുഡടി കാരണമാണ് ഈ വയറൊക്കെ ചാടി വന്നത്. ഇത് കുറയ്ക്ക് ഒറ്റൊരു മാർഗ്ഗേ ഉള്ളൂ. അടുക്കളയിൽ കത്തിയിരിക്കേണ്ട ചെത്തി അങ്ങ് കളയാ, അല്ലേ അച്ഛാ? അച്ഛാ, രാവിലെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കാൻ പോവാൻ പറഞ്ഞേ. ഈ എക്സസൈസ് ചെയ്യണ എന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തിനി? അലീന ഫ്രാൻസിസ് കളിയാക്കിയല്ലേ വയറ് ചാടെന്നും പറഞ്ഞ്. പൊന്നോ, എന്തെങ്കിലും ഉണ്ടാക്കി പറയാൻ ചേച്ചി കഴിഞ്ഞിട്ടുള്ള ആള്. എന്റെ ചേച്ചി ആരെങ്കിലും പറഞ്ഞ ഉടനെ ഒന്ന് തൊള്ളുന്ന ആളല്ലേ ഈ കേശവപാൽചന്ദ്രൻ തമ്പി. ഓ ശരി ശരി, അങ്ങ് സമ്മതിച്ച്. മക്കളെ സത്യം പറ, അലീന ഫ്രാൻസിസ് നിന്നെ കളിയാക്കിയില്ലേ? അച്ഛാ, കളിയാക്കിയെന്ന് മാത്രമല്ല വയറ്റിലോട്ടൊരു അടിയും തന്നു. ഇതേ നീ ഇപ്പൊ കൊച്ചാണ്. ഇപ്പൊ നന്നായിട്ട് ഓടി കളിച്ചാൽ മതി. നന്നായിട്ട് വേർക്കുമ്പോ നിന്റെ തടിയൊക്കെ കുറയും. അല്ലാതെ 10-18 വയസ്സ് കഴിയുമ്പോൾ നിനക്ക് ജിമ്മിലൊക്കെ പോവാം കേട്ടാ. ഓക്കെ. അപ്പൊ ബോഡിയെ കടിച്ച് വലിക്കൊണ്ട് നടക്കാം. അച്ഛാ, അച്ഛൻ മാലയൊക്കെ ഇട്ടിട്ട് ചെത്തി എത്തുവാണല്ലോ. കൊള്ളാടേ, സൂപ്പർ ആയിട്ടുണ്ട്. അച്ഛന്റെ മാല മാത്രം അമ്മ ലേലത്തിൽ നിന്ന് എടുത്തിട്ട് അച്ഛനെ ഞെട്ടിച്ചു വന്നല്ലേ അച്ഛാ. അമ്മയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ അച്ഛൻ തോറ്റ് തൊപ്പിയിട്ടു പോയി. ഇതെവിടെ പോയി? അത് ശരി, ഇവിടെ വന്നിരിക്കുകയായിരുന്നാ? എന്തേ, ഇന്ന് പണിയൊന്നുമില്ലേ? ഉണ്ട്. ചായ കുടി. എന്ത് പറ്റി? സുഖമില്ലേ? അതെ, നീ എന്തിനാവശ്യമില്ലാതെ ഈ മാല എടുത്ത? നിന്റെ ഈ മാങ്ങാപ്പിഞ്ച് മാല എടുക്കാറുണ്ട്. അതാകുമ്പോ നിനക്ക് ഇട്ടോണ്ട് നടക്കാനല്ല. ഞാൻ ഇത് ഇട്ടോണ്ട് നടന്നിട്ട് ആര് കാണാൻ? ഓ അതാണാ. ഓ, എനിക്ക് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നതിനേക്കാൾ ഇഷ്ടം നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം. എന്തേ? അമ്മ ഇവിടെ ഇരിക്കായിരുന്നു. കറക്റ്റ് സമയത്തെത്തി. എന്തായി അമ്മ അടുക്കളയിലോട്ട് വന്ന്? എന്തിന്? ഞാൻ അങ്ങോട്ടാ പോണത്. നീ പോകണതൊക്കെ അമ്മ പറഞ്ഞോ? പോടാ, ഞാൻ ഒരു കാര്യം പറയാം. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. സീരിയസ് ആയിട്ട് എന്തായാലും പോടാ ഇങ്ങോട്ട്. അമ്മ ഒന്നും ആയിരുന്നു, ഞാൻ അവിടെ ഇരിക്കാം. ഞാൻ വരാം. അവിടെ കടാ, നീ ഇരിക്കണ്ട. പോടാ. എന്തോ ചെറുക്ക ഇത്? ഇവന് എന്നെ പോലെ ആവോ? പെണ്ണിട്ട് പെങ്കൊന്തായിട്ട് മാറുമോ? എന്തോ നീ എന്തോന്ന് പറയാമെന്ന് പറ. എന്നെ പിടിച്ചിരുത്തി എന്തോ പറയാണ്ടെന്ന്. നീ എന്തെങ്കിലും പറയണേ. ഇപ്പൊ പെണ്ണിട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. നമ്മുടെ വാസന ചേച്ചിയുടെ മോളുടെ കല്യാണമില്ല അടുത്ത ഞായറാഴ്ച. പോണ്ടേ? തുടങ്ങി. എന്ത്? അല്ല, കല്യാണ സീസൺ തുടങ്ങിയെന്ന്. പോവണ്ടേന്ന്. പോവാം. ബാബുവിനൊരു നല്ല വെള്ള ഷർട്ട് എടുക്കണം കേട്ടോ. വെള്ള ഷർട്ടും ഒരു വെള്ള മുണ്ടും വെള്ളിക്കസവിന്റെ. ഈ മാലയും കൂടി ആവുമ്പോ നല്ല ഭംഗിയായിരിക്കും കാണാൻ, അല്ലേ? എന്താ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്ക? അവിടെ ഗിഫ്റ്റ് എന്താ വാങ്ങിച്ചു കൊടുക്ക? ഗിഫ്റ്റ് ഇപ്പൊ എന്താ വാങ്ങിച്ചു കൊടുക്ക? നമുക്കേ ഇതുപോലത്തെ ഈ സ്പ്രിംഗ് ഫിറ്റ് മാട്രസ് മെത്ത വാങ്ങിച്ചു കൊടുത്തത്. അത് കൊള്ളാല്ലേ, അത് വെറൈറ്റി ഉണ്ടാവും അല്ലേ? സ്പ്രിംഗ് ഫിറ്റ് മാട്രസ് തന്നെ വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ ആരും പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കൂല. അവർക്ക് യൂസ്ഫുള്ളും ആയിരിക്കും അത്. പിന്നെ യൂസ്ഫുൾ അല്ലാതെ പിന്നെ വെറുതെ വാങ്ങിച്ചു കൊടുക്കും. എന്നാ പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കാം. അത് വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് നവാസ് വിളിക്കുന്നു. എന്തിന്? എന്തോ ഒരു പണിയുണ്ടോ, നല്ല പൈസ കിട്ടും. ഞാൻ പോയിട്ട് വരാം. എന്ത് പണി? പണിയാന്ന് പറഞ്ഞില്ല, നല്ല പൈസ കിട്ടുന്ന പണിയാണ്. ഞാൻ പോയിട്ട് വരാം. ശരി എന്നാ ചായ കുടിക്ക്, മണമുണ്ട. ഇത് പുതിയ ബുക്കല്ലേ? നീ ഈ ബുക്ക് വന്ന കാര്യം എന്താ എന്റെ അടുത്ത് പറഞ്ഞേ? മറന്നുപോയടാ, സോറി. വാ നമുക്ക് വായിക്കാം. ഒന്നും കഴിക്കണ്ടേ രണ്ടുപേർക്കും? വേണ്ടമ്മേ, എനിക്ക് കുറച്ച് കഴിഞ്ഞ് മതി. അമ്മ ഇങ്ങനെ വന്നേ. എവിടെ നിൽക്കല്ലേ പറഞ്ഞോ? അല്ലമ്മേ, നമുക്ക് വെക്കേഷനെ പടവൽ തന്നെ നിന്നാലോ? ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എവിടെ പോയി നിൽക്കണോന്ന്. അമ്മ എന്തടി? ഒന്നുമില്ല. ഒന്നുമില്ലെന്നല്ല, എന്തോ ഉണ്ട്. പറഞ്ഞാ ശരിയാവില്ലല്ലോ എന്ന് ഓർത്ത് നിൽക്കുക. എന്താ മോള് പറഞ്ഞേ? അല്ല, അവള് പറയാ നീ നല്ല സ്വഭാവശുദ്ധിയുള്ള കുട്ടിയാന്ന്. അവളങ്ങനെ ഒരിക്കലും പറയില്ലെന്നെങ്കിൽ നന്നായിട്ട് അറിയാവേ. അറിയാലോ? അറിയാം.
ആ അച്ഛാ എന്താ അച്ഛാ കാര്യമായിട്ട് കുറെ കവറ് എന്താ പ്രത്യേകത? ഡേ കല്യാണത്തിന് പോവല്ലേ അവ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു നിനക്ക് സാരി. സാരി എനിക്കാ? ആ ഇതെന്താ കാശ് എവിടുന്ന ഇതിനൊക്കെ? കാശ് എവിടുന്നാ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നവാസിനെ ഒരു പണിക്ക് വിളിച്ചെന്ന്. അപ്പൊ ഞാൻ നോക്കി നല്ല പണി, അതിനപ്പോ കുറച്ച് അഡ്വാൻസ് തന്നു. അത് വാങ്ങിച്ചിട്ട് വന്നു. ഞങ്ങൾക്ക് ഡ്രസ് ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടേ, ഇത് നോക്ക്. സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ഇതുണ്ടോ 2000 രൂപ. എനിക്ക് കണ്ടറിയാലോ പുതിയ 2000. അത് വെച്ചോ. ഡേയ് നിനക്ക് പൈസ വല്ല വേണോ? കിട്ടിയ കൊള്ളാം. എന്നാ 500 വെച്ചോ. അപ്പൊ എനിക്കില്ലേ? നിനക്ക് പൈസ ഇല്ല. അച്ഛാ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചില്ലേ? ഇടേ നാളെ ചന്തയിൽ പോയി നാടൻ കോഴിയെ വാങ്ങിക്കടേ. നാടൻ ചിക്കൻ കഴിച്ചിട്ട് ഒരുപാട് നാളായി. നീ സാരി എടുത്ത് നോക്ക്. 1800 രൂപയാണ് സാരിയുടെ വില. 1800 രൂപ? ഇഷ്ടമല്ലെങ്കിൽ പറ, വേറെ വാങ്ങിക്കാം. നല്ല സാരി എനിക്ക് ഇഷ്ടായി. ആ അച്ഛാ ഐസ്ക്രീം നാളെ. അയ്യോ മറ്റേ പൊന്നു ഐസ്ക്രീമിന്റെ കാര്യം മാത്രം പറയല്ലേ. ടിവിയിലൊക്കെ കണ്ടല്ലോ, വീഡിയോ ഉണ്ടല്ലോ, ഐസ്ക്രീം ഉണ്ടാക്കുന്ന വിധം കണ്ടല്ലേ. വിഷമാണത്, കഴിക്കാൻ പറ്റില്ല. അതിന്റെ കാര്യം മാത്രം വിട്ടേ, വേറെ എന്ത് വേണം വെച്ചാൽ. എന്തായാലും കല്യാണത്തിന് ഞാൻ അടിച്ചു പൊളിക്കും. ഞാൻ അടിച്ചു പൊളിക്കും. ഇതുങ്ങളത് കൊണ്ടുപോണ്ടേട്ടാ, നമുക്ക് എവിടെ പോവാ? ആ എടുത്ത് നോക്കണേ ഡ്രസ്സൊക്കെ എടുത്ത്. കൊള്ളാമോ ലച്ചു? അതെന്റെ ലച്ചു എന്നെ കൊള്ളാമോ? അടിപൊളിയുണ്ട്. നല്ല കളറല്ലേ? പിങ്ക്. ഹായ് ഇത് നോക്ക്. ഇത് നിനക്ക് ഇപ്പൊ ആയാവല്ലോ. സൂപ്പർ ആയിട്ടാ. സുഷ്മേ എനിക്ക് പുതിയ സാരി വാങ്ങി തന്നല്ലോ ബാലു. നല്ല കളറാ. ഏയ് കളറൊന്നും പോയൊന്നുമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തരാം. ആ ശരി ശരി, ഞാൻ വിളിക്കാം. അങ്കമാലിയിലെ കല്യാണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഇന്നോവ വണ്ടി പിടിച്ച് പോവാം. ഇന്നോവലാ? ഇപ്പൊ 1000 രൂപയെങ്കിലും ആവും. പോടിയാണ്, അതാവുമ്പോ സുഖമായിട്ട് പോവാതെ. അതൊന്നും വേണ്ടതേ, നമ്മൾ പിള്ളേരെ കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മതി. അപ്പൊ പിന്നെ ബസ്സിന് പോയാലോ? ബസ്സിനാ ഇത്രയും പിള്ളേരെ കൊണ്ട്? അത് ശരിയാവില്ല. അച്ഛാ നമ്മള് കല്യാണത്തിന് ഞായറാഴ്ചയാണോ ശനിയാഴ്ചയാണോ പോന്നെ? വേണേ ഇന്നേ പോവാടേ. ഡേയ് നിനക്ക് കല്യാണത്തിനുള്ള ഷൂസ് വേണോ? ആ കിട്ടിയാ കൊള്ളാം. വാങ്ങിച്ചുതരാം. അച്ഛാ അവന് ഷൂസ് വാങ്ങാൻ പോവാണെങ്കിലേ എനിക്ക് ഒരു പേര് ചെരുപ്പും കൂടി വാങ്ങിച്ചു തരണം. എന്റെ ഒക്കെ പഴയതായി തുടങ്ങി അച്ഛാ. പിന്നെ എന്റെ മോക്കല്ല, പിന്നെ വേറെ ആർക്ക് വാങ്ങിച്ചു കൊടുക്കേ? അപ്പൊ എനിക്കൊരു ടീഷർട്ടും കൂടി. ഇവിടെ എല്ലാവർക്കും എല്ലാം വാങ്ങിച്ചു തരാം. നിങ്ങൾ പോയി. പൈസ കൂടുതലുണ്ടെങ്കിൽ എന്റെ തന്നൊക്കെ ഞാൻ വെച്ചോളാം. നിന്റെ ഇരിക്കണ പൈസ നിന്റെ ഇരിക്കട്ട്, എന്റെ ഉള്ള പൈസ എന്റെ ഇരിക്കട്ട്. എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ ഞാൻ തരാം കേട്ടാ. അല്ല ബാലു, അവിടെ 500 രൂപയെങ്കിലും വെക്കണ്ടേ നമ്മള് കല്യാണത്തിന്? എത്ര? 500. നിനക്ക് നാണമില്ലേടി? ഒരു 1000-2000 കൊടുക്ക്. 500 ഉരുവേ. അല്ല സാധാരണ 500 രൂപ വെക്കാന്ന് പറയുമ്പോ 100 രൂപ പന്തിരിന്നാണല്ലോ പറയാറുള്ളത്. പൈസ ഉള്ളപ്പോ ഉള്ളതുപോലെ, ഉള്ളപ്പോ ഉണ്ട്, ഇല്ലപ്പോ ഇല്ല, അത്രേ ഉള്ളൂ. എത്ര രൂപ ഉണ്ട് കയ്യില്? കയ്യിൽ എത്ര രൂപ ഉണ്ട്? കയ്യിലേ അതറിയണ്ട. നീ ഇപ്പൊ അടക്കളയിൽ പോയി ജോലി ഇപ്പോ. കയ്യിൽ എത്ര രൂപ ഉണ്ട്? അച്ഛാ എന്നാ ഇതിന്റെ ഒപ്പം എന്റെ വണ്ടിയും കൂടി ഇറക്കാല. വണ്ടി 3000 രൂപ മതി, വണ്ടിയും കൂടി ഇറക്കാൻ. വണ്ടി ആക്രിക്കാരന് ഉടനെ ഇറക്കാം. ആക്രി ഒന്നും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കതിനെ വിറ്റിട്ട് കുറച്ച് പൈസ കൂടി ഇട്ട് ശിവയ്ക്ക് ചെറിയൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാം. ഒന്ന് പോകണ്ട അച്ഛന്ന്. ആ വീട്ടിൽ എല്ലാവരും എന്താ ചേട്ടന്ന് ചൊറിയുന്നേ? അത് തന്നെ ഞാനും അറിയിക്കണത്. നല്ല ചൊറിച്ച് നോക്കണേ. അച്ഛാ സാധനം കൂടി കുത്തി നശിപ്പിക്കല്ലേ. നീയല്ലേ പറഞ്ഞ കളിപ്പാട്ടം നന്നാക്കി തരാം. അതല്ലേ ഞാൻ ദൂരെ ഇറങ്ങിയാണ് കേട്ടാ. ഒന്നാ ചൊറിഞ്ഞു മനുഷ്യൻ. എന്റെ അമ്മോ, ഇത് ആര് എന്തോന്ന് ചെയ്യണേ? കൊറേ ജോലിയുണ്ട് അച്ഛാ, അമ്മേനെ സഹായിക്കാന്ന് വെച്ച്. ഓ ഭയങ്കര ജോലി തന്നെ. അമ്മ എവിടെ പോയത്? അമ്മ അപ്പുറം എവിടെയോ ഉണ്ട്. അവിടെ എവിടെയോ ഉണ്ട്. അല്ലേ കൊറേ നേരം അരി ചൊറിച്ചിൽ തുടങ്ങിയിട്ട്. മാവിന്റെ മൂട്ടിച്ച് നിന്നപ്പോഴേ അവിടെ നീ മറ്റേ പുഴു ഉണ്ടല്ലോ, ഞാൻ വന്ന് ഇറങ്ങി കളിച്ചെന്ന് തോന്നുന്നു. ബാലു, ആ അതെ ഞാൻ ഒരു കാര്യം ഇപ്പൊ ആലോചിച്ചേ. നിങ്ങൾ എന്താ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് മാത്രം എടുക്കാൻ ഞാൻ കല്യാണത്തിന് പോവാൻ? അയ്യോ എനിക്ക് പഴയ ഡ്രസ്സ് മതി. നമ്മള് പഴഞ്ചനല്ലേ. നീ മാമനും മാമിയും കല്യാണത്തിന് വന്നെങ്കിലേ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കായിരുന്നല്ലേ? നല്ല കസവ് മുണ്ടും നേരിയതൊക്കെ തെളിഞ്ഞിരിക്കുകയാണല്ലോ. എന്ത് പറ്റി? തെളിഞ്ഞൊന്നുമല്ല, അവർക്ക് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് കാലം കുറേ ആയി. കഴിഞ്ഞ അങ്ങ് ഓണത്തിന് എന്തോ എടുത്തു കൊടുത്തത്. ഇനി പൈസ ഉണ്ടെങ്കിൽ കൂടി ചെലവാക്കണമെന്ന് നമ്മൾ പൂഴ്ത്തി വെച്ചോണ്ടിരിക്കരുത്. മാമിന്റെ എടുത്തു നോക്കാണ്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്. 5 പൈസ ചെലവാക്കൂല. ഇപ്പം എന്താ വയസ്സായി, ചിലവാക്കാൻ നോക്കിയാൽ ആരുമില്ല, മക്കളൊന്നും ഇല്ല, കുട്ടികളൊന്നും നടത്തില്ല. അതുകൊണ്ട് ഉള്ളത് വല്ല കഴി തരാൻ പറ. നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കട്ടെ സന്തോഷമായിട്ട്. അടിച്ചു പൊളിച്ച് ജീവിക്കും. 2 പെമ്മക്കൾ, അവർക്ക് ആദ്യം എന്തെങ്കിലും ഉണ്ടാക്കി വെക്ക്, എന്നിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചോ. അതെ
ഞാൻ പോണം, എനിക്ക് ജോലിയുണ്ട്. വൈദ്യുതി പിള്ളേരെ കൊണ്ട് പുറത്തു പോകണം. അവർക്ക് ഷൂസൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എന്തോ കോൾ എത്തിട്ടുണ്ടല്ലോ. എന്തോന്ന് കോള്? ഓക്കെ, ഇനി വാ, ഈ മാല ഇട്ടോ. എനിക്കിടാ, നിങ്ങൾ ഇട്ടോ, നിങ്ങൾക്ക് ഇടാനല്ലാതെ പണമായിട്ട്. അതല്ലെന്നേ, നീ ഇടുമ്പോഴാണ് ഒരു ഐശ്വര്യം. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. ഈ കല്യാണത്തിന് പോകുമ്പോൾ പെണ്ണുങ്ങളാണുങ്ങളാ മാല ഇടണത്. നീ ഇട്ടോണ്ട് പോ, ഐശ്വര്യമുണ്ട്. ആടാ, എന്ത് വാങ്ങണത്, എന്ത് ചേർന്ന് നല്ല ചേർന്ന് എനിക്ക്. നീ ഇട്ടോ, ഇത് നീ ഇട്ട് ഇറക്കുമ്പോ എനിക്കൊരു അഭിമാനമല്ലേ. ഇത് പറ്റിയാവോ? കഴിവ് അതും കഴിവാനുള്ളതാ. എടുത്തു വെച്ചപ്പോ തോന്നി. ഇതൊക്കെ കഴിയൊക്കെ ഉണക്കി വെക്കാം. ഒരു വഴിക്ക് പോവല്ല, എല്ലാം വൃത്തിയായിരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ കേസിന്റെ കാര്യം എന്തായി? കേസിന്റെ വിധി ജഡ്ജി തീരുമാനിക്കാം, അപ്പോഴും അറിയാം. അതല്ലെന്ന്, എന്റെ വണ്ടി എടുക്കണ കാര്യം. എടേ, വണ്ടി എടുക്കാൻ എന്റെ പൈസ ഇടേ, കുറച്ച് പൈസ ഉണ്ട്, എനിക്ക് വേറെ സാധനം വാങ്ങിക്കണം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാ, എനിക്ക് സാധനം വാങ്ങിക്കണം പറഞ്ഞില്ലേ? എന്ത് സാധനമാ? അത് നിനക്ക് പറയാൻ മനസ്സിലാവൂല. അച്ഛാ, നമുക്ക് എന്തായാലും വീഗാലാൻഡിൽ പോണേ, കല്യാണം കഴിഞ്ഞ ഉടനെ. കല്യാണം കഴിഞ്ഞ ഉടനെ പോണം. മൂക്ക് വിട്ട സദ്യ അടിച്ചോണ്ട് വയറ് മേടിപ്പിച്ചോണ്ട് വീഗാലം ചെന്ന് കയറിക്കോട്, അത് കറയിക്കോട്. ചേർത്ത് ചൂപ്പാണ് അവരോട് ഇറക്കാം. ഇന്നടേ കിടന്ന് ചൊറിയണ നീ. ചൊറിയണ ആ മാവിന്റെ മുട്ടി പോയി നിന്നാ? ഇല്ല. ഇല്ല, എടി അവിടെ ആട്ടമ്പുഴ ഉണ്ട്, ഇഷ്ടംപോലെ ആട്ടമ്പുഴ. അതിങ്ങനെ വന്ന് ഇവിടെ നിന്നിരിക്കും. അതുപോലെ മാവ് പൂത്ത് കിടക്കുകയാണ്, ഇഷ്ടംപോലെ ആട്ടമ്പുഴ ഉണ്ട്. ഇന്നലെ ക്യാഷ് ചൊറിഞ്ഞോണ്ടിറങ്ങി. ഇതിപ്പോ കുറച്ച് കഴിയുമ്പോഴേ അയ്യോ ഇവിടെ അവിടെ കൈയൊക്കെ ചൊറിയണല്ലേ, ചുവന്ന് കിടക്കണല്ലേ? ചൊറിയണൂടെ? ചൊറിയണം. കുറച്ച് കഴിയുമ്പോ കാലും ചൊറി. നീ അകത്ത് പോയി വെളിച്ചെണ്ണ എടുത്തിട്ട് പോ. പിന്നെ അയ്യോ മൊത്തം ചൊറിയണട്ടാ, ചൊറിഞ്ഞോണ്ട് പോണ് പാവം. അച്ഛന്റെ മാല അമ്മയ്ക്ക് ഇടാൻ കൊടുത്തല്ലേ? പിന്നല്ലാതെ അവിടെ കഴുത്തി കണ്ട ആപ്പടെ വരെ പോലെ ചെറിയ മാല അവിടെ കിടക്കിട്ടറാ, കഴുത്തി കിടക്കട്ട, വലിയ മാല കിടക്കിട്ടറാ. എനിക്കെന്താ മാല? ഞാൻ എന്തിന് അടിച്ചു വിളിച്ചു ആരെ കാണിക്കേ? ശരി തന്നെ. അല്ല ഇപ്പൊ തോന്നാൻ കാരണം നീ ഇന്ന് ചൊറിയാതെ പോ. വിഷ്ണു വിളിക്കും, ചൊറിഞ്ഞോട് പോ. നീ പോ. എല്ലാം പോ. അതെന്റെ വണ്ടിയുടെ വണ്ടി ഞാൻ പിന്നെ പറയാം. പടാ അമ്മ ചൊറിച്ചിലോട് ചൊറിച്ചിലാണ്. ചൊറിയണ പിന്നെ പോട്. അച്ഛാ, വീഗാലാൻഡിൽ പോണ്ടേ? വീഗാലാൻഡിൽ പോയി നമുക്ക് പോവാം. ഒന്നിച്ച് പോകാം കേട്ടാ. പോ. മാലയിടാ. ബാലു, എന്തോന്ന് ഇതെന്തോന്റെ എന്തിന്റെയാണ് ഈ ബില്ല്? ഇത് ബില്ല് ഏത് ബില്ല്? എവിടെ നിർത്ത്? ഇതാ മുറിയുന്നു. ആ മുറിയുന്നു. എന്താന്നറിയത്? ഇത് 380 രൂപ. നീ വാങ്ങിച്ച എന്തെങ്കിലും സാധനം വാങ്ങിച്ച ബില്ലായിരിക്കും ഇത്. ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിച്ച ബില്ലല്ല. നോക്ക്, ഇന്നത്തെ ഡേറ്റ്. സുനിത ഗോൾഡ് കവറിങ് ചെയിൻ. നിനക്ക് എന്തോ പുറപ്പാട്? ഒരു മിനിറ്റ്. എന്തോ നോക്കണത്? ഇത് അതേ ഫാഷൻ തന്നെയാണ്. എന്താ കളർ മങ്ങാൻ വേണ്ടി എന്തോ തേച്ചിട്ടുണ്ട് ഇതിന്. വെറുതെ അല്ലട്ടെ എനിക്ക് ചൊറിഞ്ഞത്. ബാലു, നീ ഒരുമാതിരി കളിക്കല്ലേ? നീ എന്തോന്ന് വിചാരിച്ച് ഞാൻ ആ മാല കൊണ്ട് പണയം വെച്ചിട്ട് ബാക്കി ഇമിറ്റേഷൻ ഗോൾഡ് വാങ്ങിച്ചോണ്ടിട്ടെന്നാ? ഞാൻ തരക്കാരനല്ല. നീരു നിനക്ക് ഇതിനെ മനസ്സിലായിട്ടില്ല. ഒരു കാര്യം പറയാം, ഞാൻ ഈ തറക്കളി കളിക്കൂല. കൂടുതൽ അഭിനയിക്കല്ലേ? കൂടുതൽ അഭിനയിക്കല്ലേന്ന് നിങ്ങൾ എന്ത് വിചാരിച്ച്? നിങ്ങൾ ഈ മാല മേടിച്ചിട്ട് നിങ്ങളെ കഴുത്തിലിട്ടപ്പോ നിങ്ങൾക്ക് ചൊറിഞ്ഞ് ഉടനെ എടുത്ത് എന്റെ കഴുത്തിലിട്ട് എനിക്കത് അലർജി ആവൂല എന്ന് വിചാരിച്ച് അല്ലേ? എന്നിട്ട് മറ്റേ മാല പണയം എടുപ്പിക്കുമ്പോ നൈസായിട്ട് എന്റെ കഴുത്തിൽ നിന്ന് അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ച്. കൊള്ളൻ. 30,000 രൂപയ്ക്ക് പണയം വെച്ചു. ടൂൾസിന് അഡ്വാൻസ് കൊടുത്തതും സാധനങ്ങൾ വാങ്ങിച്ചെല്ലാം കൂടെ 10,000 രൂപയായി. ബാക്കി 20,000 രൂപ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. മേശയുടെ പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് നീ സമ്മതിക്കാന്നുണ്ടെങ്കിൽ ആ 20,000 രൂപയ്ക്ക് നമുക്ക് അടിച്ചു പൊളിക്കാം. കല്യാണമൊക്കെ കൂടി അടിച്ചു പൊളിക്കാം. ഇല്ല നിന്റെ ഭർത്താവിന്റെ കഴുത്തില് മാല കയറിയെന്നുണ്ടെങ്കിൽ 10,000 രൂപ തരണം, പലിശ സഹിതം തരണം. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. നീ പറയണ എന്ത് വാക്കും ഞാൻ കേൾക്കാൻ പ്രതിജ്ഞാബദ്ധനാണ്. ആണല്ലോ. ശരി, ഞാൻ പറയുന്ന വാക്കല്ല, ഞാൻ ചൊറിയും. പക്ഷെ ചൊറിയരുത്. ആ മാല കടക്കും. ചൊറിയരുത്. ചൊറിയട്ടെ. ചൊറിയരുത്. ചൊറിയരുതെന്ന് എനിക്കല്ലേ ചൊറിയത്തുള്ളൂ. ഞാനല്ലേ ചൊറിയാൻ പാടില്ല. മകളാടാ ചൊറിഞ്ഞാടാ ചൊറിഞ്ഞാടാ പൊന്ന മുടിയാ ലച്ചു മക്കളാ.
അയ്യോ അയ്യോ മക്കളെ ശിവ ചൊറയടി. ആരും എന്നെ വിളിച്ചില്ല. നിന്റെ അച്ഛൻ വിളിച്ചെന്നെ. ഒരുത്തരും വേണ്ട, ഒരുത്തരും എല്ലാം പോകും, എല്ലാം പോകും, എല്ലാം എന്റെ മക്കളുണ്ട്. ശിവ പറ. വാച്ചവിടും എടാ ചൊറിച്ചു ചൊറിച്ച ചൊറിച്ചാലും ചൊറി ഞാൻ ചൊറി. ഇനി ഇമാതിരി ചൊറിയണ പണി കാണിക്കോ? ഇല്ല 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 കാണിക്കില്ല. കുറച്ച് അനുഭവിക്കും. കുറച്ചുകൂടെ നീ ചൊറിഞ്ഞോ. എടാ ഒരു ചൊറിക്ക് ഉപാനില്ലാത്ത പന്ന പരീക്ഷകൾ ഇറങ്ങി നടന്ന് മക്കളാണ് മക്കള്. ഞാൻ നേരത്തെ തോറ്റടാ.